അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിവസം ഇതില്ലാതെ ആയാൽ കേരളം ഇരുട്ടിലാവും, കേരളം പട്ടിണിയിലാവും, കേരളത്തിലെ ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം വരും. നമ്മുടെ കേരളത്തില് ഒട്ടേറെ തീരദേശ മേഖലകളുണ്ട്. അവിടെയെല്ലാം ഇപ്പോഴും കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇവിടെ ഒരുപാട് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നെങ്കിലും ഇതൊന്നും ഇവിടെ അത് പ്രയോജനപ്പെടുത്താനോ അത് ജനങ്ങൾക്ക് എത്തിക്കാനോ കേരള സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങള് കുടിവെള്ളം, അതായത് ഒരു 100 ലിറ്റർ വെള്ളം പോലും ഒരു കുടുംബത്തിന് കിട്ടാൻ സാഹചര്യത്തിലേക്ക് മാറി. ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും ഓരോ വീട്ടമ്മമാരും അവര് ആലോചിക്കണം, ചിന്തിക്കണം. ഈ 70 വർഷം ഇവര് ഭരിച്ചിട്ട് തങ്ങളുടെ കുടുംബങ്ങളെ എന്ത് നേടി, തങ്ങളുടെ കുട്ടികളുടെ ഭാവി എന്താണ്, തങ്ങളുടെ കുട്ടികൾ തങ്ങളോടൊപ്പം ഉണ്ടോ എന്ന്, ഇതിന് ഉത്തരവാദികളായത് ആരാണ്? നമുക്കിനി പ്രകടന പത്രികയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കർഷകർക്ക് താങ്ങുവില ഉറപ്പ് നൽകുന്നു, അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് നൽകുന്നുണ്ട്. ഇതിനെ എങ്ങനെ നോക്കുക? അതായത് കർഷകരെയും, അതായത് സമൂഹത്തിലെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊന്ന് വിശദീകരിക്കാം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ, ഞാനിപ്പോ ഒരു വ്യവസായിയാണ്, രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണ്. അപ്പോ എന്റെ ഫോക്കസ് വ്യവസായം, തൊഴിൽ, കച്ചവടം അതായിരിക്കരുത്. ഒരു രാഷ്ട്രീയത്തിന്റെ തലപ്പത്തേക്ക് വരുമ്പോ നമ്മുടെ കീഴിൽ വിവിധ മേഖലകളിലുള്ള എല്ലാ ആളുകളുടെയും ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ മേഖലകളിലും വികസനം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം ഒരു ദീർഘവീക്ഷണമുള്ള നല്ലൊരു ഉത്തമ നേതാവിന് വേണ്ടത്. ഇവിടെ NDA ചെയ്തിരിക്കുന്നത് തൊഴിൽ നൽകാനായിട്ടുള്ള പദ്ധതികളുണ്ട്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ടുള്ള പദ്ധതികളുണ്ട്, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുണ്ട്, ഭക്ഷ്യ വിലക്കയറ്റം തടയാനായിട്ടുള്ള പദ്ധതികളുണ്ട്, ആരോഗ്യ മേഖലയിൽ ഒരുപാട് പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കർഷകർക്ക് താങ്ങായിട്ടുള്ള. അതോടൊപ്പം തന്നെ നമ്മൾ നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ അതായത് കർഷകരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. കാരണം കേരളം വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു കാർഷിക ഹബ്ബായിരുന്നു. എല്ലാ ഗ്രാമങ്ങളിലും കാർഷിക മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്ന വിവിധ സർക്കാരുകള് ഈ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ കൃഷി നശിച്ചു, ആളുകൾക്ക് അതിൽ താല്പര്യം കുറഞ്ഞു, കൃഷി നടത്താൻ ആളുകളില്ലാതെയായി. അതുകൊണ്ട് ഇന്ന് എല്ലാ സാധനങ്ങളും, പച്ചക്കറികളായിക്കോട്ടെ, പലചരക്കായിക്കോട്ടെ, അരിമായിക്കോട്ടെ, ഉപ്പായിക്കോട്ടെ, കർപ്പൂരമായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോ അവരെ ആശ്രയിച്ച് മാത്രം ജീവിക്കേണ്ട ഒരു ഗതികേടാണ് നമുക്കുള്ളത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിവസം ഇതില്ലാതെ ആയാൽ കേരളം ഇരുട്ടിലാവും, കേരളം പട്ടിണിയിലാവും, കേരളത്തിലെ ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് NDA മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന്, പ്രത്യേകിച്ച് നമ്മുടെ നെല്ല് കർഷകര്, റബ്ബർ കർഷകര്, വാഴ കർഷകര്, കാപ്പി, തേയില, അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ എല്ലാം ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ബെനിഫിറ്റ് കൊടുക്കുക, ഇൻസെന്റീവ് കൊടുക്കുക, തറവല നിശ്ചയിക്കുക, അവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുക, കൃഷിനാശം വന്നു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കറിയാം ചില വിളകൾ, ഇപ്പൊ റബ്ബർ നമുക്ക് ലാഭകരമായിട്ട് നടത്താൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതിനൊരു ഓപ്ഷനായിട്ട് അവിടെ അത് മാറ്റി തേക്കോ അല്ലെങ്കിൽ ഈട്ടിയോ ചന്ദനമോ അവർക്ക് സ്വതന്ത്രമായിട്ട് നട്ടുപിടിപ്പിക്കാനും അത് വിപണനം ചെയ്യാനുമായിട്ടുള്ള ഒരു നിയമ ഭേദഗതി. ഇതൊക്കെ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ കർഷകരുടെ മുന്നിൽ നഷ്ടം സംഭവിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ആ ഏത് മാർക്കറ്റിനനുസരിച്ച് ഇതെല്ലാം മാറ്റി, അതിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് വിളകൾ മാറ്റി അവർക്ക് കൂടുതൽ ലാഭം എടുക്കാനും കൂടുതൽ പേര് കൃഷിയിലേക്ക് ഇറങ്ങാനും, അതുകൊണ്ട് കേരളം സ്വയം പര്യാപ്തതയിലേക്ക്, പച്ചക്കറി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, മറ്റ് നാണ്യവിളകളായിക്കോട്ടെ, ഇതെല്ലാം സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വലിയൊരു പദ്ധതിയാണത്. അതുകൊണ്ട് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദം കിട്ടുന്ന, അവരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട്, അവരുടെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ടുള്ള വലിയ ആർക്കും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത പദ്ധതിയാണത്.
സാർ, ഞാൻ ഈ പ്രകടന പത്രികയിൽ നിന്ന് ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി എടുത്ത് ചോദിക്കാനുള്ള സമയപരിധി നമുക്കുണ്ട്. അതുകൊണ്ട് അതായത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് 20,000 ലിറ്റർ കുടിവെള്ളം എല്ലാ കുടുംബങ്ങൾക്കും ഉറപ്പുവരുത്തും. അതായത് നമ്മുടെ കേരളത്തില് ഒട്ടേറെ തീരദേശ മേഖലകളുണ്ട്. അവിടെയെല്ലാം ഇപ്പോഴും കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ്. ഞാൻ തന്നെ ഒരുപാട് സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ആ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ഒരു നീക്കത്തിലൂടെ ഈ ഒരു 20,000 ലിറ്റർ കുടിവെള്ളം അത് ഉറപ്പുവരുത്തുന്നതിലൂടെ ഒരുപാട് മാറ്റം, അതായത് ജനങ്ങൾക്ക് ഒരുപാട് വലിയൊരു ആശ്വാസമാണത്. അതിനെങ്ങനെ നോക്കിക്കാണുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭക്ഷണം, പാർപ്പിടം, കുടിവെള്ളം. ഇത് മൂന്നുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതില് ഭക്ഷണം നമ്മൾ ഓൾറെഡി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെയുള്ളത് അടുത്തത് കുടിവെള്ളമാണത്. ഒരു വീടിനെ സംബന്ധിച്ച് നമുക്ക് കേരളത്തില് ഏറ്റവും കൂടുതൽ നമ്മൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധാലുക്കളായിട്ടുള്ള ആളുകളാണ്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ തീരദേശ പ്രദേശങ്ങളിൽ ഓരുവെള്ളം കയറുന്നു, അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. ഇവിടെ ഒരുപാട് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നെങ്കിലും ഇതൊന്നും ഇവിടെ അത് പ്രയോജനപ്പെടുത്താനോ അത് ജനങ്ങൾക്ക് എത്തിക്കാനോ കേരള സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അവിടെയെല്ലാം അവർ ബോധപൂർവമായിട്ട് കേന്ദ്ര പദ്ധതികളെ ബഹിഷ്കരിക്കുന്ന ഒരു നിലപാടെടുത്ത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവിടെ ഇന്നും ലക്ഷക്കണക്കിന് കുടുംബങ്ങള് കുടിവെള്ളം, അതായത് ഒരു 100 ലിറ്റർ വെള്ളം പോലും ഒരു കുടുംബത്തിന് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് മാറി. അപ്പൊ അവിടെയാണ് NDA ഗവൺമെന്റ് ഉറപ്പ് നൽകുന്നത് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളമെമ്പാടും നടപ്പിലാക്കി ഓരോ വീടുകൾക്കും 20,000 ലിറ്റർ വെള്ളം എത്തിക്കും എന്നുള്ളത് മാത്രമല്ല 20,000 ലിറ്റർ സൗജന്യമായിട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോ ഈ പദ്ധതികളെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിന്റെ ചെലവ്, ഇലക്ട്രിസിറ്റിയിൽ സബ്സിഡി, 2 ഗ്യാസ് സിലിണ്ടർ സൗജന്യമായിട്ട് ലഭിക്കുന്നു, 20,000 ലിറ്റർ വെള്ളം സൗജന്യമായിട്ട് ലഭിക്കുന്നു, കുട്ടികൾ സ്കൂളിലേക്ക് അയച്ചാൽ സുരക്ഷിതമാണ്, ഗവൺമെന്റ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം 12ാം ക്ലാസ് വരെ സൗജന്യമായിട്ട് ലഭിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു കേരളത്തിന്റെ ഒരു കുതിപ്പ് അല്ലെങ്കിൽ ഒരു വികസന കുതിപ്പ്, കേരളം രക്ഷപ്പെടാനായിട്ടുള്ള ഒരു തീരുമാനം ഈ NDA ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണത്. അത് ജനങ്ങൾ ഏറ്റെടുക്കണം. അതിന്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാല് ഇവിടെ കേരളം എന്നേക്കുമായിട്ട് രക്ഷപ്പെടും. അതിനുള്ളൊരു അവസരമാണ് മുന്നിൽ വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എല്ലാ മലയാളികളും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പല പല കാര്യങ്ങളായി നമ്മുടെ സർക്കാരിന്റെ അഴിമതികൾ കണ്ടിട്ടും എല്ലാം നമുക്ക് മടുത്തു കഴിഞ്ഞു. ഏറ്റവും ഉദാഹരണമാണ് സ്വർണ്ണക്കൊള്ള വിഷയം. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പോലും ഒരു പരിഹാരം കാണാമെന്നൊരു ഉറപ്പും ഈ പ്രകടന പത്രികയിലുണ്ട്. അപ്പോൾ മലയാളികൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു മാറ്റമാണ് ഈ ഒരു പ്രകടന പത്രികയിലുള്ളതും അതുപോലെ തന്നെ NDA 2020 നമ്മുടെ NDA മുന്നോട്ട് വെക്കുന്നതും. എന്നാലും എല്ലാവിധ ആശംസകളും സർ. എന്തായാലും ഈ ഒരു അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെയുള്ള കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു മാറ്റത്തെക്കുറിച്ചും ഈ പ്രകടന പത്രികയെക്കുറിച്ചും ഒരു വിവരണം കൂടി നൽകുമോ? ഇപ്പൊ 70 വർഷക്കാലം LDFും UDFും ഇവിടെ മാറി മാറി ഭരിച്ചു. ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും ഓരോ വീട്ടമ്മമാരും അവര് ആലോചിക്കണം, ചിന്തിക്കണം. ഈ 70 വർഷം ഇവര് ഭരിച്ചിട്ട് തങ്ങളുടെ കുടുംബങ്ങൾ എന്ത് നേടി? തങ്ങളുടെ കുട്ടികളുടെ ഭാവി എന്താണത്? തങ്ങളുടെ കുട്ടികൾ തങ്ങളോടൊപ്പം ഉണ്ടോ എന്ന് ഇതിന് ഉത്തരവാദികളായത് ആരാണത്? തങ്ങളുടെ കുട്ടികൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതിന് ഉത്തരവാദികളായവരാരാണത്? അപ്പൊ എന്തുകൊണ്ടും ഈ സാഹചര്യത്തിലേക്ക് ഈ കേരളത്തെ എത്തിച്ച, തങ്ങളുടെയൊക്കെ കുടുംബങ്ങളെ നശിപ്പിച്ച, തങ്ങളുടെയൊക്കെ കുട്ടികളുടെ ഭാവി തകർത്തെറിഞ്ഞ ഈ പറയുന്നവരെ മാറ്റി NDAക്ക് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും NDA മുന്നോട്ട് വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ വെറും വാഗ്ദാനങ്ങളല്ല. അതിന് നേതൃത്വം കൊടുക്കുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന ഒരാളല്ല. അതുപോലെ തന്നെ 2020യുടെ പ്രസിഡന്റ് സാബു ജേക്കബ് ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഈ നാട് നന്നാക്കണം, ഇവിടെ കേരളത്തില് ഒരു വികസനം കൊണ്ടുവരണം, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കാനും അതിനെ ഈ പറയുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനും
കേന്ദ്ര സർക്കാരിൽ ഇന്ന് ലോകം ആരാധിക്കുന്ന നേതാവ് ശ്രീ നരേന്ദ്രമോദിജിയുടെ എല്ലാ സപ്പോർട്ടുമുണ്ട്. അപ്പൊ ഈ 3 പേരും എല്ലാരും കൂടി കൂടിയുള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോ ഇത് വെറും വാഗ്ദാനങ്ങളല്ല, ഇത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന വാഗ്ദാനങ്ങളാണ്. കേരളം 70 വർഷത്തിന് ശേഷം രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ള ശുഭവാർത്തയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്. ഈ അവസരം കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഏറ്റെടുക്കണം. നമുക്ക് ഇനി ഇതുപോലൊരു അവസരം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് ഇത്തവണ തന്നെ NDA അധികാരത്തിലേറ്റി കേരളത്തെ രക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഓരോ പൗരന്മാർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സർ.